ചേർക്കാതെ ഓവനോ ബീറ്ററോ ഉപയോഗിക്കാതെ നമുക്ക് ആട്ടയും കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കും. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ആട്ട, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇത്രയും നമുക്ക് അരിച്ചു വെക്കാം. ഞാൻ എല്ലാ അളവും ഈ കപ്പിൻ്റെ കണക്കിലാണ് പറയുന്നത്. ഇതൊരു 180 ml കപ്പാണ്. അപ്പോൾ എല്ലാ അളവും വെള്ളവും എല്ലാ അളവും ഇതിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഐറ്റംസിനെ പരിചയപ്പെടുത്തുന്നില്ല, ഓരോന്നും ഇടുമ്പോൾ അതിൻ്റെ അളവ് പറയുന്നുണ്ട്. തന്നെയല്ല ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം ഇതൊന്ന് അരിച്ചു വെക്കാം. 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ചൂടാക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് ഇത് അലിയുന്നത് വരെ ചൂടാക്കിയാൽ മതി. ചെറിയ ചൂടിൽ നമുക്ക് ഇത് അലിയിച്ചെടുക്കാം. പഞ്ചസാര അലിഞ്ഞു വന്നു. നമുക്കിനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് നല്ലത്. അപ്പോൾ നമുക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതെന്ന് വെച്ചാൽ 45 ml ആണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. നമുക്ക് തീ ഇനിയും വേണ്ട, ചെറിയ ചൂട് മതി വെള്ളത്തിൽ. ചെറിയ ചൂടോടെ നമുക്ക് കേക്കിന് വേണ്ടി മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് 1/4 കപ്പ് തൈരും കൂടെ ഒഴിക്കുവാണ്. അപ്പോൾ ഈ തൈരിന് പകരം നമുക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനിഗറോ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ തൈര് ഒഴിച്ച് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയി, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി. ഇത് രണ്ടും കൂടെ കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ കുറേശ്ശെ ഇത് രണ്ടും ചേർത്ത് ഒഴിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അത് നല്ലപോലെ മിക്സ് ആയിട്ട് അടുത്തത് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്. ഓവർ മിക്സിംഗ് ഒന്നും വേണ്ട, മറ്റേ ഇലക്ട്രിക് ബീറ്റർ വെച്ച് അങ്ങനെ അടിക്കുക അതൊന്നും വേണ്ട. നമുക്ക് ഈ സാധാരണ മിക്സിങ് മതി ഇതിന്. നമുക്കിതിൽ 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. മിക്സിങ് തീർന്നു. നമുക്ക് ബേസിക്കായിട്ടുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 1-2 ചെറിയ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജീരകം, കേക്ക് ജീരകം എന്നൊക്കെ പറയുന്ന ജീരകമാണിത്. ഇത് 1 ടീസ്പൂൺ ഇടുവാണ്. കുറച്ച് ഉണക്കമുന്തിരി ഇടുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടുക. നമുക്കിത് മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്, ഇഷ്ടംപോലെ അവൈലബിളാണ്. ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് ഇതാണ്, ഈ ചോക്കോ ചിപ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാം. അതിനായിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. കേക്കിൻ്റെ മിക്സ്ചറിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ടിട്ടാണ് കുക്കറിൽ വെക്കാൻ പോകുന്നത്. ഈ ഉണ്ടാക്കുന്ന മിക്സ്ചർ അത് നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. കാരണം ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ കപ്പ് കേക്കിനുള്ള മിക്സ്ചറാണ് ഇത്. ഇതിപ്പോൾ കപ്പ് കേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ട്രേയിൽ വെക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ ട്രാപ്പ് ചെയ്തൊക്കെ കളയാൻ വേണ്ടി ഇങ്ങനെയൊന്ന് ട്രാപ്പ് ചെയ്ത് എയർ പോകും. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുക്കറും കുറച്ച് നേരം ഹീറ്റ് ചെയ്യണം. അങ്ങനെ ഹീറ്റ് അതിന് മുമ്പ് നമുക്ക് ഉപ്പിടണം. അതിൻ്റെ അടിയിൽ ഉപ്പിടണം. കുറച്ച് ഉപ്പ് അതിൻ്റെ അടിയിലിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് ഒരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വേണം നമുക്ക് വെക്കാൻ. ഒരു 5 മിനിറ്റൊക്കെ നല്ലപോലെ ചൂടാക്കിയിട്ട് ഉപ്പും ഇട്ട് സ്റ്റാൻഡും ഇട്ട് നമുക്ക് മാവ് വെക്കാം. മാവ് വെച്ചു. നമുക്കിനി അടപ്പിട്ട് അടയ്ക്കാം. അതേപോലെ അടപ്പിന് വാഷർ വേണ്ട, അതുപോലെ വെയിറ്റും ഇടണ്ട. ഇത് ഒരു മീഡിയം ഹീറ്റിൽ 1/2 മണിക്കൂർ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് കുത്തി നോക്കാം വെന്തോന്ന്. ഈ കുക്കർ ഞാൻ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചേക്കുന്ന ഒരു പഴയ കുക്കറാണ്. അപ്പോൾ ഈ ബേക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ കുക്കറാണ് ഉപയോഗിക്കുന്നത്.
ഇത് ക്ലീനായിട്ട് ഇരിപ്പുണ്ട്, പക്ഷേ ഒരു ചെറിയ നനവുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് 5-10 മിനിറ്റ് കൂടെ വെക്കാം. 10 മിനിറ്റ് ഞാൻ വീണ്ടും വെച്ചു. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴേ അത് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. കാരണം മീഡിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക അളവല്ല. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കി കുത്തി നോക്കിയിട്ട് കുക്കായെങ്കിൽ മാറ്റിയാൽ മതി. 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു നമ്മൾ. നല്ല പാകമായിട്ടുണ്ട്. നല്ല കേക്കാണ്. നമ്മൾ ഈ കുക്കറിലിട്ട ഉപ്പ് നമുക്കിനി റീയൂസ് ചെയ്യാം, പല പ്രാവശ്യം ഉപയോഗിക്കാം. ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് വെച്ചിരുന്നാൽ നമുക്കിത് പിന്നെ റീയൂസ് ചെയ്യാം. അതുപോലെ ഇതിനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. കുക്കറിലുണ്ടാക്കിയ നമ്മളുടെ കേക്ക് നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കാം. മുട്ടയും മൈദയും ചേർത്തില്ല, അതുപോലെ തന്നെ ബീറ്ററോ മിക്സിയോ ഉപയോഗിച്ചില്ല. നമ്മൾ കൈ കൊണ്ടുള്ള ലൈറ്റ് മിക്സിങ് മതി. ഓവൻ ഉപയോഗിച്ചില്ല, കുക്കറാണ് ഉപയോഗിച്ചത്. ഇത് വളരെ ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ ഈ ടൂട്ടി ഫ്രൂട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.